ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഇത്തവണ നട തുറന്നതിന് ശേഷം സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമായി മാറുകയാണ് ഇന്ന്. 39,755 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടക്കും. മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് സന്നിധാനത്തെ ഭക്തജന തിരക്ക്. പമ്പയിൽ നിന്നും കൂടുതൽ ഭക്തജനങ്ങൾ മല കയറുന്നുണ്ട്. നടപ്പന്തലും ഫ്ലൈ ഓവറും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. നടപ്പന്തലിൽ ഭക്തർക്ക് 2 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. പമ്പയിൽ തിരക്കുണ്ട്. പമ്പയിൽ സാധാരണ ഞാൻ ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരമൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല. വിഷു കഴിഞ്ഞതിന് ശേഷമാണ്, എന്നിട്ടും തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. 8:30 ആയപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. ഇവിടെ 8:30 മുകളിൽ ലൈനിലെത്തിയായിരുന്നു. നല്ല തിരക്കാണ്. കൂടുതലുണ്ട്. പമ്പയിൽ തൊട്ട് നല്ല കൂടുതലുണ്ട്. இதுவரை இங்கனത്തെ തിരക്ക് കണ്ടിട്ടില്ല. സീസണിൽ പോലും കണ്ടിട്ടില്ല. கிரவுட் ஃபுல்லாக தான் இருக்குது. இன்றைக்கி நாங்கள் கார்த்திகை மாதம் வந்தோம். கொஞ்சம் ரஷ் கம்மியாக தான் இருந்துச்சு. இப்போ ஓவர் கிரவுடாக இருக்குது. മലയാളികളും ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളും ദർശനത്തിനെത്തുന്ന ഭക്തരിൽ തുല്യമായുണ്ട്. 10-ാം തീയതിക്ക് ശേഷം മലയാളികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചത് കഴിഞ്ഞ 2 ദിവസങ്ങളായാണ്. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ധാരാളമായി എത്തുന്നുണ്ട്. മിനിറ്റ് 80 ഭക്തജനങ്ങളിലധികം 18-ാം പടി കയറ്റിവിട്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നു. അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറത്തിന് സമീപം, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും തിരക്കുണ്ട്. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ തിരുവുത്സവം, വിഷു, മേടമാസ പൂജകൾക്കായുള്ള 18 ദിവസത്തെ ദർശന കാലയളവിന് സമാപനമാകും. ജനം സന്നിധാനം.